ഇത് ഈ ഹോട്ടലിലെ ഷെഫാണ്. ഇവരുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് ഈ ഹോട്ടലിലേക്ക് നിറയെ ആൾക്കാർ വരും. ആരൊക്കെ വന്നാലും ഈ ഷെഫിന്റെ സിഗ്നേച്ചർ ഡിഷ് കഴിച്ചിട്ട് മാത്രമേ പോകുകയുള്ളൂ. വരുന്നവരെല്ലാം തന്നെ ഈ ഷെഫിന്റെ ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഈ ഷെഫിന് എത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെയും വരുന്ന കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ മാത്രമാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ ഈ ഹോട്ടലിലേക്ക് ഒരു ദിവസം ഇവരുടെ ഫുഡിനെ കുറ്റം പറയാൻ മാത്രമായിട്ട് കുറച്ച് ആൾക്കാർ വരികയാണ്. അതുമാത്രം ഇവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ ഇവരുടെ ജീവിതമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഹോട്ടൽ ഓണർ വന്നിട്ട് കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ശരിയല്ല എന്ന് പറഞ്ഞ് വെയിറ്റർ തിരിച്ചെടുത്തുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് ഇവൾ വീണ്ടും അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. പക്ഷേ ആ കസ്റ്റമർ മീറ്റ് വെന്തിട്ടില്ല എന്നും പറഞ്ഞ് നിങ്ങളുടെ ഷെഫിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലേ എന്നും പറഞ്ഞ് ആ ഫുഡ് വീണ്ടും തിരിച്ചയക്കുന്നു. ഇത് കേട്ട ഉടനെ തന്നെ അവൾക്ക് ദേഷ്യം വന്നിട്ട് ഒരു റോ മീറ്റ് എടുത്തുകൊണ്ട് പോയി അവരുടെ ടേബിളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതാണ് റോ മീറ്റ്, വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് വഴക്കിടുകയാണ്. ഇത് കണ്ടിട്ട് ഹോട്ടൽ ഓണർ ഓടി വന്ന് ആ കസ്റ്റമറിനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടാതെ ആ ഷെഫ് ദേഷ്യം മുഴുവനും ആ ടേബിളിൽ തീർത്തിട്ട് നിങ്ങളുടെ ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോവുകയാണ്. ശേഷം ഇവളെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് ഇവൾ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തന്നെ